നമ്മുടെ ബിസിനസ്സിൻ്റെ ഇമേജുകൾ എങ്ങനെ ഗൂഗിളിൽ റാങ്ക് ചെയ്യാൻ സാധിക്കും? ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ അവർക്ക് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ അറിയുന്നത് നമുക്ക് കൂടുതൽ സെയിൽസ് കിട്ടാനും അതുപോലെ തന്നെ കൂടുതൽ വരുമാനം കൂടാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്. SEO ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ, അത് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയാകാം, അല്ലെങ്കിൽ സർവീസിൻ്റെ ഫോട്ടോയാകാം, സ്ഥാപനത്തിൻ്റെ ഫോട്ടോയാകാം, എന്താണെങ്കിലും അത് നമ്മൾ അല്ലെങ്കിൽ മറ്റൊരു ഇവൻറ്റ് നടത്തിയതിൻ്റെ ഫോട്ടോയാകാം. അങ്ങനെയുള്ള കുറേ ഫോട്ടോകൾ എന്തായാലും നമ്മുടെ ഫോണിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാകും. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഇമേജുകളുടെ എല്ലാം പേരുകൾ മാറ്റി ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള പേരിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു ലോഗോ ആണെങ്കിൽ അതിൻ്റെ പേര് മാറ്റിയിട്ട്, ഇപ്പോൾ അതിന് 1, 2, 3 അങ്ങനെ എന്തെങ്കിലും പേരായിരിക്കും സാധാരണ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് മാറ്റി സ്ഥാപനത്തിൻ്റെ പേര് ചേർത്തിട്ട് ലോഗോ എന്ന് പേരിടുക. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ചിത്രമാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കൃത്യമായിട്ടുള്ള പേര്, ഇമേജിൻ്റെ പേര് മാറ്റി ആ കറക്റ്റ് ഏത് പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ആണോ ആ പേരിലേക്ക് അത് മാറ്റുക. സാധാരണ രീതിയിൽ വാട്സാപ്പിലൊക്കെ അയച്ച ഒരു ഇമേജ് ആണെങ്കിൽ അതിൻ്റെ പേര്, വാട്സാപ്പിൻ്റെ പേര്, പിന്നെ ആ ഒരു അയച്ച ഡേറ്റ് ഒക്കെ ആയിരിക്കും, അതെല്ലാം മാറ്റി കൃത്യമായി ആ ഫോട്ടോ എന്തിനെക്കുറിച്ചാണോ ആ ഒരു പേരിലേക്ക് മാറ്റുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഉള്ളവർ ചെയ്യേണ്ടത് ഈ ഇമേജുകളെല്ലാം അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫയലിൻ്റെ പേര് മാറ്റിയത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഏകദേശം ഓക്കെയാണ്. എന്നാൽ ആൾട്ട് ടാഗ് മാറ്റി നമുക്കതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ടുള്ള രീതിയിൽ എഴുതാനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പക്ഷേ ഇതിനെക്കാട്ടിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു ഇമേജ് ഹോസ്റ്റിംഗ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് പിൻറ്ററസ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. പിൻട്രസ്റ്റിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് എടുത്തിട്ട് ഓരോ ഇമേജും ചേർക്കുക, അതിൻ്റെ വിവരങ്ങൾ ചേർക്കുക, അതുപോലെ തന്നെ ബാക്ക് ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാന ഒരു സോഷ്യൽ മീഡിയ സൈറ്റിലേക്ക് നമുക്ക് ലിങ്ക് ചേർക്കാനുള്ള അവസരമുണ്ട്. ഇങ്ങനെ ചെയ്താലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രൊഡക്റ്റിനെക്കുറിച്ച്, സർവീസിനെക്കുറിച്ച് ആരെങ്കിലും സെർച്ച് ചെയ്താൽ, പ്രത്യേകിച്ച് അവർ നമ്മുടെ ഏരിയയിൽ അടുത്തുള്ളവരാണെങ്കിൽ, നമ്മുടെ പ്രൊഡക്റ്റുകളും ഈ ഒരു അപ്ലോഡ് ചെയ്ത ഇമേജുകളും പ്രൊഡക്റ്റുകളും സർവീസുകളും എല്ലാം അവർക്ക് കാണാൻ സാധിക്കും. ബിസിനസ് ലൊക്കേഷൻ അടുത്ത് നിന്ന് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ സർവീസുകളും പ്രൊഡക്റ്റുകളും ഒക്കെ കാണിക്കുന്നതുകൊണ്ട്, ഈ ഒരു ഇമേജസ് കാണിക്കുന്നതുകൊണ്ട് ഏറ്റവും പുതിയ ഓഫറുകളും പോസ്റ്റുകളും പരസ്യങ്ങളും ഒക്കെ നമുക്ക് ഇമേജ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് പ്രയോജനമായിട്ട് വരുന്നതാണ്.